ഹായ് മിസ്റ്ററെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ ഇന്ന് കപ്പലണ്ടി വെച്ച് നല്ലൊരു വെടിക്കെട്ട് ഐറ്റം എന്ത് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ. വീട്ടിൽ വെറും നമുക്ക് രണ്ട് ചേരുവ മാത്രം മതി, ഒന്ന് കപ്പലണ്ടിയും ഒന്ന് പഞ്ചസാരയും കേട്ടോ. ഈ രണ്ട് ഐറ്റം വെച്ച് നല്ലൊരു വെടിക്കെട്ടായിട്ടുള്ള ഐറ്റമാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പലണ്ടിയെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. അതിനുശേഷം ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ. പാത്രം എടുത്ത് ഒന്ന് അടുപ്പ് വെച്ച് നല്ലപോലെ തീ കത്തിച്ച് സെറ്റാക്കുക. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ളതും പിന്നെ നമ്മൾ ഈ എത്രയാണോ പൊടിച്ച് നമ്മൾ വെച്ചിരിക്കുന്നതും ആ കപ്പലണ്ടി എടുത്തില്ലേ ആ ഒരു അളവിന് കറക്റ്റായിട്ട് എടുക്കുക. ഞാനിതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം, അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് പഞ്ചസാര ഞാൻ ആ പാത്രത്തിട്ടു. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ സെറ്റാക്കാമേ. ഒന്ന് ഹാർഡായിട്ട് എടുക്കാം, ഒന്ന് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് സോഫ്റ്റായിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹാർഡായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പഞ്ചസാര കുറച്ചുകൂടെ നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ആ ഒരു നൂൽപ്പരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പരുവൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ വീഡിയോയിൽ നമ്മൾ ഏകദേശം വീഡിയോയിൽ ഇതൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു പരുവും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉള്ള സമയങ്ങളിൽ, അതായത് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകാതെ നിൽക്കുന്ന സമയങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ലീവായിട്ട് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ, നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇച്ചിരി ഏലക്കപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ ഒരു ഏലക്കയുടെ ആ ഒരു ഫ്ലേവറോടെ കിട്ടും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഈ രണ്ട് ഐറ്റം വെച്ച് മാത്രം പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ ഒരിക്കലെങ്കിലും, ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിൽ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ നല്ല അടിപൊളി നല്ല ടേസ്റ്റും സെറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഐറ്റം ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടുത്തൊരു പാത്രം സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ എണ്ണയോ നെയ്യോ എന്തെങ്കിലും പുരട്ടിയെടുക്കണം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട്. എണ്ണ പുരട്ടി ഞാൻ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഐറ്റം നമുക്ക് സോഫ്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോളാം കേട്ടോ. നമുക്ക് സോഫ്റ്റായിട്ടാണ് എടുക്കേണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ പരുവം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിനാണ് നമുക്ക് സോഫ്റ്റായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റുകയാണ്. ഒരു പാത്രം അതായത് ഒരു പരന്ന പാത്രം എടുത്തിട്ട് കമ്പിളിച്ച് വെച്ചിട്ടോ. അതിൻ്റെ പുറമെയാണ് ഞാൻ എണ്ണ പുരട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നിട്ട് എല്ലാം കംപ്ലീറ്റായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ചപ്പാത്തിയുടെ സ്റ്റിക്കോ അല്ലെങ്കിൽ വേറൊരു പരന്ന പാത്രം വെച്ചോ, ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് ഒരു പരന്ന പാത്രം വെച്ചോ ഇതിൻ്റെ പുറമെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അതായത് ഇങ്ങനെ എടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റാക്കി കൊടുക്കും. നല്ല കല്ല് പോലെയാകും പിന്നീട് അത്രയും ഹാർഡായിട്ട് എടുക്കുന്നെങ്കിൽ. പക്ഷേ ഞാൻ സോഫ്റ്റായിട്ട് എടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് ഒന്ന് പരത്തി നല്ല സെറ്റാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ചൂട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ, അതായത് ചൂട് മാറുന്നതിന് മുൻപായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് പാടായിരിക്കും കേട്ടോ കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ അത് ഐറ്റം എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് സമയം ഒന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് റെഡിയാക്കി ഇടാൻ വേണ്ടി ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റോ മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നല്ല പോലെ ഒന്ന് സെറ്റാക്കി കിട്ടും. അപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് സെറ്റാക്കി എടുത്തേണേ. അങ്ങനെ ഈ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ ഇളക്കി സെറ്റായിട്ട് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ചങ്കിള തീർച്ചയായിട്ടും ഇതുവരെയും വീടുകളിൽ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ചങ്ക. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.